വെൽക്കം ടു എഡീനായ അക്കാഡമി. എഡീനായ അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് മാർച്ച് മാസത്തിലേക്കുള്ള എക്സാമിനേഷൻ പ്രോഗ്രാമിന്റെ എക്സാം കലണ്ടർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഡേറ്റ് ആൻഡ് ടൈം. ആദ്യത്തത് 29/3/2026 സൺഡേ 1:30 PM മുതൽ 3:15 PM വരെയാണ്. നെയിം ഓഫ് പോസ്റ്റ് ദേവസ്വം ആൻഡ് സിലബസ് LD ക്ലർക്ക്, സബ് ഗ്രൂപ്പ് ഓഫീസർ ഗ്രേഡ് 2, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, കാറ്റഗറി നമ്പർ 39/2025. സിലബസും കൊടുത്തിട്ടുണ്ട്. തസ്തികയുടെ സിലബസ് നിർദ്ദിഷ്ട വിദ്യാഭ്യാസ യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള ഒബ്ജക്റ്റീവ് മാതൃകയിലുള്ള പരീക്ഷ, OMR മൂല്യനിർണ്ണയം. പ്രധാന വിഷയങ്ങൾ, സിലബസിൽ വരുന്ന പ്രധാന വിഷയങ്ങൾ: പാർട്ട് 1 പൊതുവിജ്ഞാനം ആനുകാലികവും, പാർട്ട് 2 ലഘുഗണിതം, മാനസിക ശേഷി, യുക്തിചിന്ത, സിമ്പിൾ ഇൻട്രസ്റ്റ്, മെന്റൽ എബിലിറ്റി, ടെസ്റ്റ് ഓഫ് റീസണിംഗ്, ജനറൽ ഇംഗ്ലീഷ്, പ്രാദേശിക ഭാഷ മലയാളം, തമിഴ്, കന്നഡ, അടിസ്ഥാന കമ്പ്യൂട്ടർ പരിശീലനം, ബേസിക് കമ്പ്യൂട്ടർ നോളജ്, ക്ഷേത്രകാര്യങ്ങൾ, ഹൈന്ദവ സംസ്കാരം, ആചാരാനുഷ്ഠാനങ്ങൾ, വിവിധ ദേവസ്വങ്ങൾ എന്നിവ, ടെമ്പിൾ അഫയേഴ്സ്, ഹിന്ദു കൾച്ചർ, കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ്, വേരിയസ് ദേവസ്വം എക്സെട്ര. പരമാവധി മാർക്ക് വരുന്ന 100 മാർക്കാണ്. പരീക്ഷാ സമയം 1 മണിക്കൂർ 15 മിനിറ്റ്. ചോദ്യഭാഷ മലയാളം. കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ആയിട്ടുള്ള www.kdrb.kerala.gov.in ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രൊഫൈൽ വഴി വിദ്യാർത്ഥികൾക്ക് 13/3/2026 മുതൽ അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പ്രധാന വിഷയങ്ങളിൽ പ്രവേശിച്ചിരിക്കുന്ന വിഷയങ്ങൾക്ക് പുറമെ ഈ തസ്തികയുടെ വിദ്യാഭ്യാസ യോഗ്യതയുമായി ബന്ധപ്പെട്ട മറ്റു ചോദ്യങ്ങളും ഉണ്ടാകാം. കൂടാതെ പ്രധാന വിഷയങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധവും ഇല്ല. കുറിപ്പ്: പരീക്ഷയ്ക്ക് ഹാജരാകുന്ന വിദ്യാർത്ഥികൾ അഡ്മിഷൻ ടിക്കറ്റിന് പുറമെ അവരുടെ ഫോട്ടോ പതിച്ച താഴെ പറയുന്ന രേഖയുടെ അസൽ പരീക്ഷയ്ക്ക് ഹാജരാക്കേണ്ടതാണ്. അതായത് ഒറിജിനൽ ID പ്രൂഫ് ഹാജരാക്കണം. ഇലക്ഷൻ കമ്മീഷൻ നൽകിയ വോട്ടർ ID കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, ഭിന്നശേഷിക്കാർക്ക് സാമൂഹ്യക്ഷേമ വകുപ്പ് നൽകുന്ന തിരിച്ചറിയൽ കാർഡ്, ദേശീയ സഹകരണ ബാങ്കുകൾ നൽകുന്ന ഫോട്ടോ പതിച്ച പാസ്ബുക്ക്, പാൻ കാർഡ്, സർക്കാർ ജീവനക്കാർ അവർ ജോലി ചെയ്യുന്ന വകുപ്പ് സ്ഥാപനം നൽകുന്ന ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ്, വിമുക്ത ഭടന്മാർക്ക് നൽകുന്ന ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ്, വിമുക്ത ഭടന്മാർക്ക് സൈനിക വെൽഫെയർ ഓഫീസർ നൽകുന്ന ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ്, മോട്ടോർ വാഹന വകുപ്പ് നൽകുന്ന കണ്ടക്ടർ ലൈസൻസ്, കേരള ബാങ്ക്, ഷെഡ്യൂൾഡ് ബാങ്ക് എന്നിവ നൽകുന്ന ഫോട്ടോ പതിച്ച പാസ്ബുക്ക്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ, വിവിധ കമ്പനികൾ, കോർപ്പറേഷനുകൾ, ബോർഡുകൾ, അതോറിറ്റികൾ, സർക്കാർ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയുടെ അവരുടെ ജീവനക്കാർക്ക് നൽകുന്ന ഫോട്ടോ പതിച്ച ഐഡന്റി കാർഡ്, കേരളത്തിലെ സർവകലാശാലകൾ അവരുടെ ജീവനക്കാർക്ക് നൽകുന്ന ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ്, ഭിന്നശേഷിക്കാർക്കും മെഡിക്കൽ ബോർഡുകൾ നൽകുന്ന ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ്, അഡ്വക്കേറ്റുമാരായി എൻറോൾ ചെയ്തവർക്ക് ബാർ കൗൺസിൽ നൽകുന്ന ഫോട്ടോ പതിച്ച ഐഡന്റിറ്റി കാർഡ്, ആധാർ കാർഡ്, കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് അംഗീകരിച്ച് നൽകുന്ന ഏതെങ്കിലും ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ്. In addition to admission tickets, candidates have produced the original of any one of the following documents to prove their identity: voters ID card, etc.
ഡ്രൈവിംഗ് ലൈസൻസ്, ആധാർ ഏതൊക്കെയാണെന്നുള്ളത് ഇത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, നോക്കാം. തിരിച്ചറിയൽ രേഖയുടെ അസൽ ഹാജരാക്കാത്ത ഉദ്യോഗാർത്ഥികളെ പരീക്ഷ എഴുതാൻ അനുവദിക്കുന്നതല്ല. Candidate who failed to produce original identity proof will not be permitted to attend the examination. വിദ്യാർത്ഥികൾ അഡ്മിഷൻ ടിക്കറ്റ് രേഖപ്പെടുത്തിയിട്ടുള്ള പരീക്ഷാ സമയത്തിന് മുൻപ് തന്നെ പരീക്ഷാ ഹാളിൽ അവർക്ക് അനുവദിച്ചിട്ടുള്ള ഇരിപ്പിടത്ത് ഹാജരാകേണ്ടതാണ്. താമസിച്ചു വരുന്നവർ യാതൊരു കാരണവശാലും പരീക്ഷയിൽ പങ്കെടുക്കാൻ അനുവദിക്കുന്നതല്ല. ലേറ്റ് കമേഴ്സ് വിൽ നോട്ട് ബി അഡ്മിറ്റഡ് ടു ദി എക്സാമിനേഷൻ. കാൽക്കുലേറ്റർ, മൊബൈൽ ഫോൺ, ഡിജിറ്റൽ ഡയറി, വാക്മാൻ തുടങ്ങിയ ഇലക്ട്രോണിക് വിവരവിനിമയത്തിലുള്ള ഉപകരണങ്ങൾ പരീക്ഷാ ഹാളിൽ കർശനമായി നിരോധിച്ചിരിക്കുന്നു. പരീക്ഷാ സമയത്ത് അനുചിതമായ പെരുമാറ്റം നടത്താൻ ശ്രമിക്കുകയോ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെയും വാച്ച്, റിസ്റ്റ് വാച്ച്, സ്മാർട്ട് വാച്ച്, ക്യാമറ വാച്ച് തുടങ്ങിയ വിവരവിനിമയത്തിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളെങ്കിലും പരീക്ഷാ ഹാളിൽ കൈവശം വയ്ക്കുന്ന ഉദ്യോഗാർത്ഥികളെയും പരീക്ഷാ ഹാളിൽ നിന്ന് ഉടനടി പുറത്താക്കുന്നതാണ്. അത്തരക്കാരുടെ ഉത്തരക്കടലാസുകൾ അതാവുകയോ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തുന്ന തെരഞ്ഞെടുപ്പ് നടപടികളിൽ ഹാജരാക്കുന്നതിന് താൽക്കാലികമായി അല്ലെങ്കിൽ സ്ഥിരമായി അയോഗ്യത കൽപ്പിക്കുകയും ചെയ്യുന്നതാണ്. പരീക്ഷാ തീയതി, സമയം, പരീക്ഷാ കേന്ദ്രം, പരീക്ഷാ രീതി എന്നിവ അഡ്മിഷൻ ടിക്കറ്റിൽ രേഖപ്പെടുത്തിയിരിക്കും. എഴുത്ത് പരീക്ഷ, ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ്, ട്രാൻസ്ക്രിപ്ഷൻ ടെസ്റ്റ് എന്നിവ ഒഴികെ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തുന്ന എല്ലാ ഒബ്ജക്റ്റീവ് മാതൃകയിലുള്ള OMR മൂല്യനിർണ്ണയം പരീക്ഷകളിലും താൽക്കാലിക ഉത്തര സൂചിക പരീക്ഷാനന്തരം ബോർഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ www.kdrb.kerala.gov.in പ്രസിദ്ധീകരിക്കുന്നതാണ്. താൽക്കാലിക ഉത്തരവ് സൂചിക സംബന്ധിച്ച പരാതികളുള്ള പക്ഷം ആയത് താൽക്കാലിക ഉത്തരവ് സൂചിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച തീയതി മുതൽ നിശ്ചിത ദിവസത്തിനുള്ളിൽ സമർപ്പിക്കേണ്ടതാണ്. നിശ്ചിത സമയപരിധിക്ക് ശേഷം ലഭിക്കുന്ന പരാതികൾ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. പരീക്ഷാ സമയത്തിന്റെ ആദ്യ 30 മിനിറ്റ് പരീക്ഷയ്ക്ക് ഹാജരാകുന്ന വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ ടിക്കറ്റും തിരിച്ചറിയൽ രേഖയുടെ അസലും പരിശോധിക്കുന്നതിന് വേണ്ടിയാണ്. Examination time includes half an hour as preparation time for the verification of admission ticket and original ID proof of the candidate appearing to the examination. Thanks for watching my channel. Thanks for watching my videos. എഡീന അക്കാഡമിയുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ചാനൽ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഒപ്പം ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡൗട്ടുകളും കമൻ്റായി രേഖപ്പെടുത്തുക. Thank you for watching my channel. Thank you for watching my videos. Thank you.